നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് സമഗ്രമായി. ഞാൻ പ്രവിത ലക്ഷ്മി. എല്ലാ പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ഓർമ്മകളിൽ മൻമോഹൻ. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഡൽഹി മോത്തിലാൽ നെഹ്റു റോഡിലെ വസതിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. നാളെ രാവിലെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. പുതുകാലത്തേക്ക് നയിച്ച ദീർഘദർശിയായ ഭരണാധികാരിക്ക് രാജ്യം വിട ചൊല്ലുകയാണ്. ഡൽഹി മോത്തിലാൽ നെഹ്റു റോഡിലെ വസതിയിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ഇവിടെയെത്തി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. पूर्व प्रधानमंत्री डॉक्टर मनमोहन सिंह जी के निधन ने हम सभी के हृदय को गहरी पीड़ा पहुंचाई है. उनका जाना एक राष्ट्र के रूप में भी हमारे लिए बहुत बड़ी क्षति है. കോൺഗ്രസ് നേതൃത്വവും ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാദരമർപ്പിച്ചു. എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ പ്രിയ നേതാവിന് വിട ചൊല്ലാനെത്തി. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും മോത്തിലാൽ നെഹ്റു റോഡിലെ വസതിയിലെത്തി. ലോക നേതാക്കളും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ അനുശോചനമറിയിച്ചു. നാളെ രാവിലെ മൃതദേഹം എഐസിസി ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് പൊതുദർശനം. ഇതിനുശേഷം വിലാപയാത്രയായി മൃതദേഹം സംസ്കാരത്തിന് കൊണ്ടുപോകും. രാജ്ഘട്ടിന് സമീപം ഔദ്യോഗിക ബഹുമതികളോടെ 10 മണിയോടെയാണ് സംസ്കാരം. 24 ഡൽഹി. വൈകാരികമായാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ അദ്ദേഹത്തോട് ഏറെ അടുപ്പമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അനുസ്മരിക്കുന്നത്. സഹപ്രവർത്തകരോട് ഇത്രയധികം മാന്യതയും ബഹുമാനവും പുലർത്തിയിരുന്ന മറ്റൊരു പ്രധാനമന്ത്രിയില്ലായിരുന്നു എന്ന് എ.കെ. ആന്റണി പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി ഓർഡിനൻസ് കീറിക്കളഞ്ഞ സംഭവം മൻമോഹൻ സിംഗിനെ ഏറെ വിഷമിപ്പിച്ചിരുന്നുവെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷനായിരുന്ന പി.ജെ. കുര്യനും ഓർത്തെടുത്തു. സമീപകാലത്തെ രാഷ്ട്രത്തിൽ നേരിട്ട ഏറ്റവും വലിയ നഷ്ടമാണ്, ഒരു ദേശീയ നഷ്ടമാണ്. രാഹുൽ ഗാന്ധി ബില്ല് കീറിയെറിഞ്ഞപ്പോൾ അദ്ദേഹം ഈയിടെ ഏറ്റവും കൂടുതൽ വേദനിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഏത് സാഹചര്യമായിരുന്നു? അത് അദ്ദേഹത്തിന് തന്നെ ഉണ്ടാക്കിയെന്നുള്ള വിവരം ശരിയാണ്. ഇന്ത്യയെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ച ഇന്ത്യയുടെ രക്ഷകനായിട്ടാണ് ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം ഉദാരവൽക്കരണ നയം കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ സോവിയറ്റ് യൂണിയൻ്റെ പാതയിൽ പോയേനെ. ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കാളിത്തം വഹിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. ഒരു ഭരണകർത്താവ് ജനങ്ങൾക്ക് നൽകേണ്ടത് ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയാണ് മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയത്. അഴിമതിയുടെ കറപുരളാത്ത സത്യസന്ധനായ സൗമ്യനായ ഒരു ഭരണാധികാരി എന്ന നിലയിലായിരിക്കും അദ്ദേഹം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുക. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങളെല്ലാവരും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ 10 വർഷക്കാലത്ത് ഭരണത്തിനിടയിലാണ് സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾ രാജ്യത്തുണ്ടായത്. നമ്മുടെ രാജ്യത്തിന് ഉത്തമനായ ഒരു പുത്രനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയെ സാമ്പത്തിക ശക്തിയായി വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ച ശക്തനായ ഭരണാധികാരിയായിരുന്നു. നിഷ്കളങ്കനായ വ്യക്തിയായിരുന്നു. അഴിമതിയുടെ കറപുരളാത്ത കറതീർന്ന വ്യക്തിത്വമായിരുന്നു ശ്രീ മൻമോഹൻ സിംഗിൻ്റേത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരിൽ കഴിഞ്ഞുപോയ പലരുടെയും ഇടയിൽ വ്യത്യസ്തനായിരുന്നു ഇപ്പോൾ അന്തരിച്ച മൻമോഹൻ സിംഗ്. മറ്റു വാർത്തകൾ നോക്കാം. മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള ടൗൺഷിപ്പിനായി സർക്കാരിന് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. എൽസ്റ്റൺ, ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും തുക കുറവാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വയനാടിന്റെ മനസ്സറിഞ്ഞ വിധിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. എസ്റ്റേറ്റ് ഭൂമികൾ ഏറ്റെടുക്കുന്നതിനെതിരെ ഉടമകൾ നൽകിയ ഹർജി തള്ളിയാണ് സർക്കാരിന് ആശ്വാസമാകുന്നതും ദുരന്തബാധിതർക്ക് പ്രതീക്ഷയുമാകുന്ന ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. എസ്റ്റേറ്റ് ഭൂമികൾക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാം. എസ്റ്റേറ്റ് ഉടമകൾ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് സർക്കാരിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും നഷ്ടപരിഹാരത്തിൽ തർക്കമുണ്ടെങ്കിൽ ഉടമകൾക്ക് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും
ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. നാളെ മുതൽ സർക്കാരിന് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താം. കോടതി വിധി സ്വാഗതം ചെയ്ത് മന്ത്രി കെ രാജൻ രംഗത്തെത്തി. പുതുവത്സര ദിനത്തിൽ സ്പോൺസർമാരുമായി മുഖ്യമന്ത്രി സംസാരിക്കുമെന്നും മന്ത്രി. ഒരു സമയം പോലും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് കോടതി വിധി ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ കോടതി വിധി മനുഷ്യൻ്റെ ഹൃദയം അറിയുന്നതും ദുരന്ത നിവാരണ പ്രക്രിയയിൽ സർക്കാരിൻ്റെ വികാരം കോടതി പൂർണ്ണമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെയും പ്രധാനപ്പെട്ട തെളിവാണ്. വിധിയെ മുണ്ടക്കൈ ചൂരൽമല ആക്ഷൻ കൗൺസിൽ സ്വാഗതം ചെയ്തു. പുനരധിവാസത്തെ സർക്കാർ ഗൗരവത്തോടെ സമീപിച്ചില്ലെങ്കിൽ ഇതുവരെ ഉണ്ടായ സമീപനത്തിൽ മാറ്റം വരുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു. ആദ്യത്തെ ഒരു ആവേശം ഇപ്പോൾ കാണുന്നില്ല. ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് എല്ലാ നടപടിക്കും. ഇങ്ങനെ നീണ്ടുപോയാൽ ഞങ്ങൾ വേറെ ഇതുവരെ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്നും മാറി വ്യത്യസ്തമായൊരു നിലപാടെടുക്കാൻ ഞങ്ങളെ നിർബന്ധിക്കരുത്. ഇതേ പറയാനുള്ളൂ. എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനെതിരെ ഹാരിസൺ മലയാളം ലിമിറ്റഡ്, എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആകെ ഏറ്റെടുക്കുന്നത് 143 ഹെക്ടർ ഭൂമിയാണ്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് നഷ്ടപരിഹാരം നൽകണമെന്നതായിരുന്നു എസ്റ്റേറ്റ് ഉടമകളുടെ പ്രധാന ആവശ്യം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണക്കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ പുതിയ വിവാദം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്കും 2019 മുതൽ കോൺഗ്രസിനുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെന്ന കെ മുരളീധരന്റെ തുറന്നു പറച്ചിലാണ് നേതൃത്വത്തെ വെട്ടിലാക്കിയത്. കെ മുരളീധരന്റെ വെളിപ്പെടുത്തലുകളെ പ്രതിപക്ഷ നേതാവ് പൂർണ്ണമായും തള്ളുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെയാണ് കോൺഗ്രസിനും UDF-നുമെതിരെ ജമാഅത്തെ ഇസ്ലാമി ബന്ധമുന്നയിച്ച് CPIM രംഗത്ത് വന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇത് പ്രചാരണ വിഷയമാക്കാനും CPIM ശ്രമം നടത്തി. എന്നാൽ പിന്തുണക്കാര്യം പരസ്യമായി അംഗീകരിക്കാൻ നേതാക്കൾ തയ്യാറായില്ല. CPIM-ന്റേത് ഭൂരിപക്ഷ പ്രീണനമെന്ന വാദമുയർത്തി പ്രതിരോധിക്കുകയായിരുന്നു നേതാക്കൾ. ഇതിനിടയിലാണ് കെ മുരളീധരൻ ജമാഅത്തെ ഇസ്ലാമി ബന്ധം തുറന്നു പറയുന്നത്. 2016 വരെ ഞാൻ മത്സരിച്ച ഒരു ഇലക്ഷനിലും ജമാഅത്തെ ഇസ്ലാമി എനിക്ക് പിന്തുണ നൽകിയിട്ടില്ല. 2016 തന്നു. കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. എന്നാൽ കെ മുരളീധരനെ പൂർണ്ണമായും തള്ളുകയാണ് നേതൃത്വം. 2019 ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയത് LDF-നെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഈ 2019 മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു പൊതു പിന്തുണ കോൺഗ്രസ് നൽകിയിട്ടില്ല. ചിലപ്പോൾ ഒരു 4-5 സ്ഥാനാർത്ഥികളെ ആർക്കെങ്കിലും ഒരു മുന്നണിയിൽ കൊടുത്തു കാണാം. ആ കൂട്ടത്തിൽ വട്ടിയൂർക്കാവിൽ പിന്തുണ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ നടത്തിയ മുസ്ലിം വർഗീയചേരി പരാമർശം ജമാഅത്തെ ഇസ്ലാമി ബന്ധമുദ്ദേശിച്ചാണെന്ന് CPIM വാദിക്കുന്നതിനിടെയാണ് കെ മുരളീധരന്റെ തുറന്നു പറച്ചിൽ. 24, തിരുവനന്തപുരം. ബീഹാർ ഗവർണറായി നിയോഗിക്കപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാന് നാളെ യാത്രയയപ്പ്. നാളെ വൈകിട്ട് 4:30 രാജ്ഭവനിലാണ് യാത്രയയപ്പ് ചടങ്ങ്. അതേസമയം സർക്കാർ ഇതുവരെ യാത്രയയപ്പ് നിശ്ചയിച്ചിട്ടില്ല. നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര ബിശ്വനാഥ് അർലേക്കർ ജനുവരി 2 ചുമതലയേൽക്കും. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നാളെ 4:30 രാജ്ഭവനിൽ നടക്കുന്ന യാത്രയയപ്പ് ചടങ്ങ് നടത്തുന്നത് ആരാണ്? ഒപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ടാണ് തീരുമാനം വൈകുന്നത്? പ്രവിത, നാളെ വൈകുന്നേരം 4:30 രാജ്ഭവനിലെ ജീവനക്കാരാണ് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകുന്നത്. രാജ്ഭവനിൽ നടക്കുന്ന യാത്രയയപ്പ് ചടങ്ങിൻ്റെ പബ്ലിക് സ്ട്രീമിങ്ങും, അതായത് വെബ്കാസ്റ്റിങ്ങും അനുവദിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെയും ഒരുപക്ഷെ ഈ കാണാനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിലേക്ക് ക്ഷണിച്ചേക്കുമെന്ന സൂചനയുണ്ട്. അക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. സർക്കാരിൻ്റെ യാത്രയയപ്പ് നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇതുവരെയും അത്തരത്തിലൊരു യാത്രയയപ്പ് ആരിഫ് മുഹമ്മദ് ഖാന് നൽകുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് അദ്ദേഹം കൊച്ചി വഴി ബീഹാറിലേക്ക് പോകും. ബീഹാറിൽ ജനുവരി 1 സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള തീരുമാനമാണിപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനുവരി 1 കേരളത്തിലെത്തും. 2 ഗവർണറുടെ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. രാജ്ഭവനിലെ ഓഡിറ്റോറിയത്തിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പം ഭൂമി തർക്കത്തിൽ സുപ്രധാന ചോദ്യങ്ങളുമായി വഖഫ് ട്രിബ്യൂണൽ. ഭൂമി എങ്ങനെ സിദ്ദിഖ് സേട്ടിന് ലഭിച്ചുവെന്ന് ട്രിബ്യൂണൽ ചോദിച്ചു. ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കാൻ വഖഫ് ബോർഡിന് നിർദ്ദേശം നൽകി. കേസ് ജനുവരി 25 പരിഗണിക്കാനായി മാറ്റി. മുനമ്പത്തെ തർക്കഭൂമി സംബന്ധിച്ച ഹിയറിംഗിനിടെയാണ് വഖഫ് ട്രിബ്യൂണൽ കേസുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തിയത്. മുനമ്പത്തെ ഭൂമി നിലവിലെ താമസക്കാർക്ക് വിറ്റ സിദ്ദിഖ് സേട്ടിന് എങ്ങനെ ലഭിച്ചുവെന്ന് ട്രിബ്യൂണൽ ചോദിച്ചു. രാജാവ് ഇഷ്ടദാനം നൽകിയതാണെന്ന് അഭിഭാഷകൻ മറുപടി നൽകിയപ്പോൾ ലീസിന് ലഭിക്കാനല്ലേ സാധ്യത എന്നായിരുന്നു ട്രിബ്യൂണലിന്റെ ചോദ്യം. സമ്മാനമായി ലഭിച്ചതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖ ഉണ്ടോ എന്നും വാദത്തിനിടെ ട്രിബ്യൂണൽ ചോദിച്ചു.
1902 രേഖകൾ പ്രകാരം ലീസ് ഭൂമിയാണെങ്കിൽ വഖഫ് ഭൂമി എന്ന വാദം നിലനിൽക്കില്ല. വിഷയത്തിൽ വിവാദം നിലനിൽക്കുന്ന കാര്യം ട്രിബ്യൂണൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ വിവാദങ്ങൾ കോടതിക്ക് പുറത്തെന്നായിരുന്നു സിദ്ദിഖ് സേട്ടിന്റെ അഭിഭാഷകന്റെ വാദം. സമൂഹത്തെയും കോടതിയെയും വേർതിരിക്കാനാകില്ലെന്നും മാധ്യമങ്ങളടക്കം പ്രശ്നത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടെന്നും കോടതി പറഞ്ഞു. കേസ് അടുത്ത മാസം 25-ന് പരിഗണിക്കാനായി മാറ്റി. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ഭൂമിയുടെ ഉടമസ്ഥത വ്യക്തമാക്കുന്ന രേഖകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ കുരുക്കിലാക്കി എൻ പ്രശാന്ത് IAS-ന്റെ നീക്കം. ചീഫ് സെക്രട്ടറി നൽകിയ ചാർജ് മെമ്മോയിൽ വ്യക്തത തേടി എൻ പ്രശാന്ത് കത്ത് നൽകി. ആരും പരാതിപ്പെടാതെ എങ്ങനെ ചാർജ് മെമ്മോ നൽകി, ഫേസ്ബുക്ക് സ്ക്രീൻഷോട്ട് എങ്ങനെ സർക്കാർ ഫയലിന്റെ ഭാഗമായി എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളുമായാണ് എൻ പ്രശാന്തിന്റെ കത്ത്. ചാർജ് മെമ്മോയിൽ വ്യക്തത തേടിക്കൊണ്ട് ഈ മാസം 16-നാണ് എൻ പ്രശാന്ത് IAS ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. സസ്പെൻഷൻ ചോദ്യം ചെയ്ത് നിയമ നടപടിയിലേക്ക് പോകുമെന്നതിൻ്റെ സൂചന നൽകുന്ന കത്ത് അക്ഷരാർത്ഥത്തിൽ സർക്കാരിന് കുരുക്കാണ്. തനിക്ക് ചാർജ് മെമ്മോ നൽകിയത് ആരുടെ പരാതിയിലാണെന്ന് വ്യക്തമാക്കണം. സസ്പെൻഷന് മുമ്പ് എന്തുകൊണ്ട് തൻ്റെ ഭാഗം കേട്ടില്ല, ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എങ്ങനെ സർക്കാർ ഫയലിൻ്റെ ഭാഗമായി, ഇതാണ് പ്രശാന്ത് കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ. സ്ക്രീൻഷോട്ട് ഫയലിൻ്റെ ഭാഗമാക്കുന്നതിന് IT ആക്ട് അനുസരിച്ചുള്ള നടപടിക്രമങ്ങളുണ്ട്. ഇത് പാലിക്കാതെയാണ് സ്ക്രീൻഷോട്ട് ഫയൽ ഉൾപ്പെടുത്തിയതെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് പ്രശാന്തിൻ്റെ നിർണായകമായ ചോദ്യം. എടുത്ത സ്ക്രീൻഷോട്ടുകൾ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് മാറ്റം വരുത്തിയിട്ടുമുണ്ട്. FB പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തത് സർക്കാരിലെ ഏത് ഉദ്യോഗസ്ഥനാണ്, ലഭിച്ച സ്ക്രീൻഷോട്ടിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്നും പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഇതടക്കം സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് 7 ചോദ്യങ്ങളും കത്തിലുണ്ട്. ഈ ചോദ്യങ്ങളിൽ വ്യക്തത വരാതെ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാനാകില്ലെന്നും പ്രശാന്ത് കത്തിൽ ചൂണ്ടിക്കാട്ടി. കത്തയച്ച് 10 ദിവസം കഴിഞ്ഞിട്ടും ചീഫ് സെക്രട്ടറി ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചിട്ടില്ല. ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാതെ പ്രശാന്ത് നടത്തിയിരിക്കുന്ന ഈ നീക്കം സർക്കാരിന് അപ്രതീക്ഷിതമായിരുന്നു. അതാണ് മറുപടി വൈകാൻ കാരണമെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യമുന്നയിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഈ ആവശ്യം പ്രധാനമന്ത്രി അംഗീകരിച്ചിട്ടുണ്ടോ? എന്താണ് മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചതിന്റെ വിവരങ്ങൾ? പ്രവീത, എന്തായാലും കേന്ദ്ര സർക്കാർ ഈ കോൺഗ്രസിന്റെ ഒരു ആവശ്യത്തെ എന്തായാലും ഇപ്പോൾ അനുഭവപൂർവ്വമല്ല പരിഗണിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, മുൻ പ്രധാനമന്ത്രിമാരുടെ അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രിക്ക് ഇത്തരമൊരു അന്ത്യകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പ്രത്യേക സ്ഥലം അനുവദിച്ചിരുന്നു. രാഷ്ട്രീയ സ്മൃതി സ്ഥലമായിരുന്നു 2013 അനുവദിച്ചത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രോട്ടോകോൾ വരുന്ന നേതാക്കൾക്ക് രാഷ്ട്രീയ സ്മൃതി സ്ഥലമാണ് പ്രത്യേകമായി അനുവദിച്ചത്. എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ ഇതിനകം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ക്യാബിനറ്റ് കൂടി നാളെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയ സ്മൃതി സ്ഥലത്ത് തന്നെയാണ് നടത്തുക. എന്നാൽ മൻമോഹൻ സിംഗിന് പ്രത്യേക ഇടം അനുവദിക്കണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും രാജ്നാഥ് സിംഗുമായി സംസാരിച്ചു. പക്ഷേ ഇതുവരെ കേന്ദ്ര സർക്കാർ ഇതിലൊരു അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. നമുക്കറിയാം, ശക്തിസ്ഥൽ, വീർഭൂമി പോലെ പ്രത്യേക ഇടം മൻമോഹൻ സിംഗിന് വേണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. പക്ഷേ 2013 UPA ഭരിച്ച UPA സർക്കാർ തന്നെയാണ് സ്ഥലപരിമിതി കണക്കിലെടുത്ത് രാഷ്ട്രീയ സ്മൃതി സ്ഥൽ എന്നൊരു പ്രത്യേക ഇടം ഇത്തരം നേതാക്കൾക്കെല്ലാം തന്നെ മാറ്റിവെച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കീഴ്വഴക്കം മാറ്റാൻ എന്തായാലും ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ തയ്യാറാകില്ല. നമുക്കറിയാം, മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിക്കുള്ള അന്ത്യവിശ്രമം കൊള്ളുന്നത് രാഷ്ട്രീയ സ്മൃതിസ്ഥലാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ആ ഒരു നിലപാടിൽ തന്നെ തുടരാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുക. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി അറിയിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നിതിൻ അംബുജനാണ് ഇതിന്റെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്നും നൽകിയത്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധി നാളെ പ്രഖ്യാപിക്കാനിരിക്കെ പ്രതികൾക്കൊപ്പം കോൺഗ്രസ് നേതാവ് വേദി പങ്കിട്ടത് വിവാദത്തിൽ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച MT വാസുദേവൻ നായർ അനുസ്മരണ പരിപാടിയിൽ കല്യോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബുരാജ് പങ്കെടുത്തതാണ് വിവാദമായത്. കേസിലെ 14-ാം പ്രതി K മണികണ്ഠൻ, 20-ാം പ്രതി മുൻ MLA KV കുഞ്ഞിരാമൻ എന്നിവർക്കൊപ്പമാണ് ബാബുരാജ് വേദി പങ്കിട്ടത്. പള്ളിക്കര ഡിവിഷനിൽ നടന്ന പരിപാടിയിൽ കാഞ്ഞങ്ങാട് ഡിവിഷനിലെ അംഗമായ ബാബുരാജ് പങ്കെടുക്കുകയായിരുന്നു. പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയാണ് പരിപാടിക്ക് എത്തിയത് എന്ന് ബാബുരാജ് വിശദീകരിച്ചു. ശബരിമല മണ്ഡലകാലം അവസാനിച്ചപ്പോൾ ആകെ ദർശനം നടത്തിയത് 32 ലക്ഷത്തിലധികം തീർത്ഥാടകർ. മുൻവർഷത്തേക്കാൾ അധികം തീർത്ഥാടകർ എത്തിയിട്ടും പരാതികളില്ലാതെയാണ് 41 ദിവസം കടന്നുപോയത്. മകരവിളക്ക് ഉത്സവത്തിന് എത്ര തിരക്കുണ്ടായാലും നേരിടാൻ സജ്ജമാണ് ദേവസ്വം ബോർഡും പോലീസും. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താസന്ധ്യ പൂർണ്ണമാകുന്നു.